ശുശ്രൂഷ ചെയ്തിരുന്ന രണ്ട് വൈദികരുടെ ശുശ്രൂഷകളാലും പ്രേരണകളാലും അല്ലെങ്കിൽ അവരുടെ മാതൃകാപരമായ ആധ്യാത്മിക ജീവിതത്തെ സാംശീകരിച്ചുകൊണ്ട് തന്റെ ദൈവവിളിയുടെ ആരംഭം കുറിച്ചുകൊണ്ട് 1981 ബദനി സന്യാസ ആശ്രമത്തിൽ ചേർന്നു. 1989 വൈദിക പട്ടം സ്വീകരിച്ച് തിരുവല്ലായില് MCYന്റെ ശരിയാണെങ്കിൽ പ്രഥമ ഡയറക്ടറായിട്ടോ അതുപോലെ തന്നെ അൽമായ സംഘടനകളുടെയൊക്കെ പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചതുകൊണ്ട് അൽമായരെ നേതൃത്വ വഴിയിലേക്ക് നടത്തുവാനായിട്ടൊക്കെ അച്ഛന് സാധിച്ചു. അതിന്റെ ശേഷം അച്ഛൻ ബെൽജിയത്തിലെ ലുവേൻ കത്തോലിക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിയോളജിയിൽ മാസ്റ്റേഴ്സും അതിനുശേഷം PhD ഡോക്ടറേറ്റും എടുത്തു. തിയോളജിക്കൽ തീസിസ് തന്റെ വിഷയം എന്ന് പറയുന്നത് പ്രപഞ്ചം ഒരു കൂദാശ, സൃഷ്ടികളുടെ കൗദാശികത. ലെനാർഡോ ബോഫ് അല്ലെങ്കിൽ അലക്സാണ്ടർ ഷേമൻ, സെന്റ് എഫ്രൈം എന്നിവരുടെ കാഴ്ചപ്പാടുകളിലാണ് തന്റെ പഠനം നടത്തി ഡോക്ടറൽ തീസിസ് എന്ന ലുവൈനിൽ വെച്ച് അദ്ദേഹം ഡോക്ടറേറ്റ് എടുത്തത്. അക്കാലത്ത് തന്റെ തിയോളജിക്കൽ ഡോക്ടറേറ്റിന് ഹോളണ്ടിലെ നിജീമൻ കാത്തലിക് യൂണിവേഴ്സിറ്റി സെക്കൻഡ് കാർഡിനൽ വില്ലേബ്രാൻഡ് അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അച്ഛനെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ സംസ്കൃതം, ജർമ്മൻ, ഫ്രഞ്ച് എന്നീ ഭാഷകളിൽ അനായാസം കൈകാര്യം ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ഭക്ഷണം എന്ന വേദവാക്യം അനുസരിച്ചാണ് പുതിയ നിയോഗം തന്റെ മേൽപ്പെട്ട സ്ഥാനം സ്വീകരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. താൻ വൈദികനായിരുന്നപ്പോൾ ആദർശവാക്യമായിട്ട് എടുത്തത് 1 കൊരിന്ത്യർ 15:10 പറയുന്നത് പോലെ ഞാൻ എന്തായിരിക്കുന്നു അത് ദൈവകൃപയാലാകുന്നു എന്നാണ്. അത് തന്നെയാണ് മാതാവ് ഇന്ന് മാതാവിന്റെ തിരുനാൾ നമ്മൾ ആഘോഷിക്കുമ്പോൾ എന്തായിരിക്കും അത് ദൈവത്തിന്റെ കൃപയാലാണ് എന്ന് മാതാവ് ഉച്ചത്തിൽ പ്രഘോഷിച്ചതുപോലെ അച്ഛന്റെ ആദർശവാക്യമായി പൗലോസ്ലീഹ കൊരിന്ത്യർക്കാരുടെ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ ആ വാക്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചുകൊണ്ട് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടപ്പോൾ അദ്ദേഹം ആഗ്രഹിക്കുന്നത് സഭയോടൊത്ത് ദൈവജനത്തോടൊത്ത് യാത്ര ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന ഒരു പിതാവിനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതായത് ഫ്രാൻസിസ് പാപ്പ പറയുന്ന പോലെ സിനഡാത്മക സഭ അല്ലെങ്കിൽ സിനഡാലിറ്റി എല്ലാവരും ഒന്നിച്ചു പോകേണ്ട സഭയാകുന്ന വ്യക്തിത്വത്തിന്റെ നേതൃത്വം നൽകുവാൻ പൂന കക്ഷി രൂപതയുടെ മെത്രാനായിട്ട് നിയോഗിക്കപ്പെടുമ്പോൾ ഗ്രാനായക്കാരായ സംബന്ധിച്ചിടത്തോളം നമ്മ എന്ന കുറ്റൂര് സെന്റ് മേരീസ് മലങ്കര ഗ്രാനായ കത്തോലിക്ക ദേവാലയത്തെ സംബന്ധിച്ചിടത്തോളം അഭിമാനത്തിന്റെയും സന്തോഷത്തിന്റെയും ദിനങ്ങൾ തന്നെയാണ്. ആയതിനാല് പിതാവിന് ഇന്നിവിടെ വന്ന് വിശുദ്ധ കുർബാന അർപ്പിക്കുവാനായിട്ട് സാധിച്ചത് നമ്മുടെ കൊടിയേറ്റ് കർമ്മ ഇപ്പോൾ നടക്കുവാനായിട്ടുണ്ട്. അതിനുശേഷവും പിതാവിന്റെ ഈ ദൈവ വിളിയില് ദൈവ നിയോഗത്തില് നമ്മൾ സന്തുഷ്ടരാണ്. കുറ്റൂർ ഇടവക സമൂഹത്തിന്റെ മൊത്തമായ പ്രാർത്ഥന ഈ അവസരത്തിൽ ഞങ്ങൾ വാഗ്ദാനം ചെയ്യുകയോ പിതാവിന് തന്റെ മേൽപ്പെട്ട സ്ഥാനത്തേക്ക് ഉയർത്തപ്പെട്ടതില് മലങ്കര സഭയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ ഞങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ പിതാവിന് എല്ലാവിധ പ്രാർത്ഥനാ മംഗളങ്ങളും സ്നേഹപൂർവ്വം നേരുകയും ചെയ്യുകയാണ്. നിനക്ക് എന്റെ കൃപ മതി. കൊറിന്തോസുകാർക്ക് ലേഖനം 12-ാം അധ്യായം 2-ാം വാക്യത്തിൽ പറയുന്നത് പോലെ ആ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവകരങ്ങളിൽ പിടിച്ചുകൊണ്ട് പൂന അല്ലെങ്കിൽ കക്കി, ഡൽഹി അതിരൂപതകളില് പ്രവർത്തിക്കുമ്പോൾ ബാഹ്യ കേരളത്തില് മിഷൻ സംസ്ഥാനങ്ങളില് മിഷൻ പ്രവർത്തനങ്ങൾ നേരിടുമ്പോൾ ഇന്ന് ലോകത്തിൽ നടമാടുന്ന ദുരിതങ്ങൾ മിഷണറിമാർക്കുള്ള ആ വെല്ലുവിളികളും ഒക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്റെ ജീവിത ദൗത്യം മുൻപോട്ട് കൊണ്ടുപോകാൻ ദൈവത്തിന്റെ ശക്തമായ കരങ്ങൾക്ക് ശക്തി പരകുവാൻ ഞങ്ങൾ ഓരോരുത്തരുടെയും പ്രാർത്ഥനകള് ശക്തി നൽകുമെന്ന് ഞങ്ങൾ ഉറപ്പുണ്ട്. അത് വാഗ്ദാനം ചെയ്തുകൊണ്ട് ഇപ്പോൾ ഞാൻ എല്ലാവിധ ആശംസകളും ഇടവയുടെ നാമത്തിൽ അർപ്പിക്കുകയും ചെയ്യുന്നു. നന്ദിയുടെ ഒരു വാക്ക് അർപ്പിക്കുന്നു. ഔദ്യോഗികമായിട്ട് നന്ദി കൈക്കാരൻ പറഞ്ഞുകൊള്ളൂ. അതിനു മുമ്പായിട്ട് ഇടവയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പിതാവിന് ആശംസ അർപ്പിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട ചെറുകാട്ടൂർ CT തോമസിനെ പ്രത്യേകമായിട്ട് ക്ഷണിച്ചുകൊള്ളുന്നു.